കഴിഞ്ഞ 3 ദിവസമായി കോന്നിയിൽ നടന്ന CPIM-ൻ്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. CPIM-നെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൃത്യമായ ഇടവേളയിൽ 3 വർഷം കൂടുമ്പോൾ പാർട്ടിയുടെ ബ്രാഞ്ച് മുതൽ മേലോട്ടുള്ള എല്ലാ ഘടകങ്ങളുടെയും സമ്മേളനം നടക്കും. ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ. ഇത് പല പാർട്ടികൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. എന്നാൽ ചിട്ടയോടെ ഭംഗിയായി എല്ലാ ഘട്ടത്തിലും ഈ സംഘടനാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കുന്ന പാർട്ടിയാണ് CPIM എന്ന് അനുഭവത്തിലൂടെ നമ്മുടെ നാടും രാജ്യവും കണ്ടതാണ്. ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. ഈ ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മേലോട്ടുള്ള എല്ലാ പാർട്ടി ഭാരവാഹികളെയും തിരഞ്ഞെടുക്കപ്പെടുന്നു. ലോക്കൽ സമ്മേളനത്തിൽ വെച്ച് ലോക്കൽ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയിൽ വെച്ച് സെക്രട്ടറിയും മേലോട്ടുള്ള ഏറിയയും ജില്ലയും സംസ്ഥാനവും അവസാനം പാർട്ടി കോൺഗ്രസും. ആ പാർട്ടി കോൺഗ്രസ്സിൽ വെച്ച് കേന്ദ്ര കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര കമ്മിറ്റി പാർട്ടി സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നു. ഇതാണ് എല്ലാ ഘടകങ്ങളും തുടർന്നു വരുന്ന രീതി. ഇത്രയും ജനാധിപത്യപരമായി കാര്യങ്ങൾ നിർവഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനാധിപത്യ പാർട്ടിയായി നമ്മുടെ നാട്ടിൽ പൊതുവെ വിശേഷിപ്പിക്കാറില്ല. അത്തരം ആളുകൾ ജനാധിപത്യ പാർട്ടിയെ വിശേഷിപ്പിക്കുന്ന ജനാധിപത്യ പാർട്ടികൾക്ക് വർഷങ്ങളല്ല ദശാബ്ദങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയയും ഇല്ല എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അവരെയാണ് ജനാധിപത്യ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത് നാം കേൾക്കാറുള്ളത്.